ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും സത്സംഗവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് ഗീതാദിനമാണ്, അഥവാ ഗീതാ ജയന്തി. ഈ ദിനത്തിൽ ഭഗവത് ഗീതയുടെ സന്ദേശമെന്ത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് അല്പം ചിന്തിക്കാം. ഭഗവത്ഗീത എന്നാൽ ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത്, അഥവാ ഭഗവാനാൽ പറയപ്പെട്ടത്. ആർക്കു വേണ്ടി? ഈ ജഗത്തിലെ സകല ജനത്തിനും വേണ്ടി, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി. അതിന് അർജുനനെ ഒരു നിമിത്തമാക്കി എന്ന് മാത്രം. ഗീത നമുക്ക് ഓരോരുത്തർക്കുമുള്ള സന്ദേശമാണ്. മനുഷ്യജന്മം സാർത്ഥകമാക്കാൻ ഗീത നമ്മെ പ്രാപ്തരാക്കുന്നു. ഗീതയിൽ പ്രതിപാദിച്ചിട്ടുള്ള പല തത്വങ്ങളും കഠോപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളവയാണ് എന്ന് കാണാം. സകല ഉപനിഷത്തുകളുടെയും സാരസർവസ്വമാണ് ഭഗവത്ഗീത. കഠോപനിഷത്തിൽ ശരീരത്തെ ഒരു രഥത്തോട് ഉപമിക്കുന്നു. നമ്മുടെ ശരീരമാണ് രഥം, ബുദ്ധിയാണ് അതിൻ്റെ സാരഥി, ജീവാത്മാവാണ് രഥി. ഇന്ദ്രിയങ്ങളാണ് രഥം വലിക്കുന്ന കുതിരകൾ, മനസ്സാണ് ഈ കുതിരകളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാൺ. ഗീതോപദേശത്തിൽ രഥത്തിനുള്ള പ്രാധാന്യം നമുക്കറിയാം. ഭൗതിക ശരീരമാകുന്ന ഈ രഥത്തിലാണ് ജീവാത്മാവാകുന്ന രഥി തൻ്റെ ജീവിതയാത്ര നടത്തുന്നത്. ശരീരമാകുന്ന ഈ രഥത്തെ വലിച്ചുകൊണ്ടു പോകുന്നത് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളാണ്. അതായത് ഇന്ദ്രിയങ്ങളുടെ ചോദനകൾക്കനുസരിച്ചാണ് ശരീരം പ്രവർത്തിക്കുന്നത്. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ നിയന്ത്രണമില്ലാതെ പായുന്നവയാണ്. അവയെ നിയന്ത്രിക്കുവാനാണ് മനസ്സ് എന്ന കടിഞ്ഞാൺ. ഈ കടിഞ്ഞാൺ ആരുടെ കയ്യിലാണ്? ബുദ്ധി എന്ന സാരഥിയുടെ കയ്യിൽ. അപ്പോൾ ജീവാത്മാവിൻ്റെ ജീവിതയാത്ര ശരിയായ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ, അഥവാ ഇന്ദ്രിയങ്ങളെ വേണ്ട വിധത്തിൽ നിയന്ത്രിച്ച് ഈ ശരീരമാകുന്ന രഥത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമെങ്കിൽ സാരഥി അഥവാ ബുദ്ധി അതിന് യോഗ്യമായിരിക്കണം. സാരഥി യോഗ്യനെങ്കിൽ രഥവും രഥിയും ലക്ഷ്യത്തിലെത്തും. മഹാഭാരത യുദ്ധം തീരുമാനിക്കപ്പെട്ടു. യുദ്ധത്തിന് മുന്നോടിയായി പല രാജാക്കന്മാരും തങ്ങളുടെ കൂർ ഏത് പക്ഷത്തോടാണ് എന്ന് വെളിപ്പെടുത്തി. അധികം പേരും കൗരവപക്ഷത്ത് നിലയുറപ്പിച്ചു. ദ്വാരകാധീശനായ കൃഷ്ണനുമുണ്ട് സ്വന്തം സൈന്യം. കൃഷ്ണൻ്റെയും സൈന്യത്തിൻ്റെയും പിന്തുണ ഉറപ്പാക്കാൻ അർജുനൻ കൃഷ്ണസവിധത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ ഉറക്കത്തിലാണ്. ഭഗവാന്റെ തലയ്ക്കൽ ഒരു കസേരയിൽ അതാ ദുര്യോധനൻ ഇരിക്കുന്നു. അദ്ദേഹവും കൃഷ്ണൻ്റെ പിന്തുണ തേടി വന്നതാണ്. അർജുനൻ ഭഗവാന്റെ കാൽക്കൽ നിലത്തിയിരുന്നു. എല്ലാം അറിയുന്ന ഭഗവാൻ ഉറങ്ങുകയായിരുന്നോ, അതോ അർജുനൻ കൂടി വരുന്നത് വരെ ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്നു? ഏതായാലും അല്പം കഴിഞ്ഞപ്പോൾ ഭഗവാൻ കണ്ണു തുറന്നു. ആദ്യം കണ്ടത് അർജുനനെയാണ്. അർജുനനോട് കുശലം ചോദിച്ചു. ഉടനെ അർജുനൻ തനിക്ക് മുന്നേ ഒരാൾ അങ്ങേ കാത്തിവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് ദുര്യോധനനെ കാണിച്ചു കൊടുത്തു. ഒന്നും അറിയാത്തതുപോലെ ഭഗവാൻ ചോദിച്ചു, അല്ല, താങ്കളെപ്പോൾ വന്നു? എന്താ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരാൻ കാര്യം? രണ്ടുപേരും കാര്യം പറഞ്ഞു. യുദ്ധം തുടങ്ങുവാൻ പോവുകയാണ്. അങ്ങയുടെയും അങ്ങയുടെ സൈന്യത്തിൻ്റെയും പിന്തുണ തേടിയാണ് വന്നത്. കൃഷ്ണൻ കുഴങ്ങി. രണ്ടുപേരും ഒരുമിച്ച് വന്നിരിക്കുന്നു, എന്തു പറയും? ഭഗവാൻ പറഞ്ഞു, എൻ്റെ സൈന്യത്തെ മുഴുവനും ഒരാൾക്ക് വിട്ടുതരാം, മറ്റേയാൾക്ക് എന്നെയും വിട്ടുതരാം. ഒരു വ്യവസ്ഥ കൂടി, ഞാൻ ഒറ്റയ്ക്കായിരിക്കും, നിരായുധനുമായിരിക്കും. ഇതിലേത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആദ്യം വന്നത് ആണെങ്കിലും ഞാൻ ആദ്യം കണ്ടത് അർജുനനെയാണ്. അതുകൊണ്ട് അർജുനൻ ആദ്യം അവസരം നൽകാം, ചോദിച്ചുകൊള്ളൂ. അത് കേട്ട് ദുര്യോധനൻ വിഷണ്ണനായി. അർജുനൻ സൈന്യത്തെ മുഴുവനും ചോദിച്ചാൽ തൻ്റെ വരവ് വൃഥാവിലാകും. ആയുധം ഏന്താത്ത കൃഷ്ണനെ കിട്ടിയിട്ട് എന്ത് കാര്യം? അർജുനൻ പറഞ്ഞു, കൃഷ്ണ, എനിക്ക് അങ്ങയെ മതി. പക്ഷെ ഒരു വ്യവസ്ഥ, അങ്ങ് എനിക്ക് സാരഥിയാകണം. സൈന്യത്തെ കൗരവർ എടുത്തുകൊള്ളട്ടെ. ദുര്യോധനന് സമാധാനമായി. അർജുനൻ്റെ ബുദ്ധിശൂന്യതയോർത്ത് ഉള്ളിൽ ചിരിച്ചു.
ഭഗവാൻ ദുര്യോധനനോട് ചോദിച്ചു, എന്താ സമ്മതമാണോ? അതേ എന്ന് ദുര്യോധനൻ. അങ്ങനെ ഭഗവാൻ പാർത്ഥൻ്റെ സാരഥിയായി. സാരഥി യോഗ്യനെങ്കിൽ രഥം ലക്ഷ്യത്തിലെത്തും. അർജുനൻ ഭഗവാനെയാണ് സാരഥിയാക്കിയത്. അപ്പോഴേ യുദ്ധത്തിൻ്റെ ഗതി തീരുമാനിക്കപ്പെട്ടു. ഇവിടെ അർജുനൻ എന്ന രഥി നമ്മൾ ഓരോരുത്തരുടെയും ജീവാത്മാവിൻ്റെ പ്രതീകമാണ്. നമ്മെ നയിക്കുന്ന നമ്മുടെ ബുദ്ധിയാകുന്ന സാരഥി ഭഗവാനാണെങ്കിൽ, അഥവാ നമ്മുടെ ബുദ്ധി ഭഗവാനിൽ അർപ്പിതമാണെങ്കിൽ നമ്മുടെ ജീവിതയാത്ര സാർത്ഥകമാകും. ഈ തീരുമാനമെടുക്കലാണ് ഗീതയുടെ സന്ദേശം. ഭഗവത്ഗീതയുടെ അവസാനത്തെ ശ്ലോകം ഇപ്രകാരമാണ്: യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർ വിജയോ ഭൂതിർധ്രുവ നീതിർമതിർമമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ ധനുസ്സേന്തിയ കർമ്മധീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അഭിവൃദ്ധിയും നീതിയും സ്ഥിരമായി നിൽക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്നതാണ് ഇത്. ഗീതയുടെ സന്ദേശം എന്ത് എന്ന് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നിന്നും ഗ്രഹിക്കാം. എവിടെ ഈശ്വര സാന്നിധ്യമുണ്ടോ, എവിടെ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന മനുഷ്യനുണ്ടോ, അവിടെ വിജയം സുനിശ്ചിതം. കൃഷ്ണൻ തെളിഞ്ഞ ബുദ്ധിയുടെ പ്രതീകമാണ്. സുദർശനമാണ് അദ്ദേഹത്തിനുള്ളത്. സുദർശനമെന്നാൽ ശരിയായ കാഴ്ചപ്പാട്. സുദർശനം, റൈറ്റ് വിഷൻ, അതായത് ശരിയായ കാഴ്ചപ്പാടുള്ള ബുദ്ധി. അതാണ് ജീവിത വിജയത്തിന് വേണ്ടത്. സുദൃഢവും വ്യക്തവുമായ കാഴ്ചപ്പാടില്ലാത്തവർക്ക് ജീവിത വിജയം അസാധ്യമാണ്. അർജുനൻ കർമ്മോത്സുകതയുടെ പ്രതീകമാണ്. കർമ്മധീരത, റെഡി ടു ഡൂ ദ ഡ്യൂട്ടി. അതുപോലെ കർമ്മകുശലത, എബിലിറ്റി ടു അക്കംപ്ലിഷ് ദ ടാസ്ക്. തന്നിൽ നിക്ഷിപ്തമായ ധർമ്മം ഭംഗിയായി അനുഷ്ഠിക്കുവാനുള്ള സാമർഥ്യം, സന്നദ്ധത. വ്യക്തവും സുദൃഢവും ശരിയായതുമായ കാഴ്ചപ്പാടുള്ള ബുദ്ധിയും അവനവനിൽ നിക്ഷിപ്തമായ കർമ്മം അഥവാ സ്വധർമ്മം ഭംഗിയായി വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനുള്ള സാമർഥ്യവും സന്നദ്ധതയും ആരിലുണ്ടോ അവന് ജീവിത വിജയം സുനിശ്ചിതം. ഇവ രണ്ടും ഒത്തുചേരുന്നിടത്ത്, അതായത് ഉദാത്തമായ കാഴ്ചപ്പാടും കർമ്മകുശലതയും ഒത്തുചേരുന്നിടത്ത് ഐശ്വര്യവും അഭിവൃദ്ധിയും നീതിയും നിലനിൽക്കും. യോഗേശ്വരനായ കൃഷ്ണനും കർമ്മധീരനായ അർജുനനും ചേരുന്നിടത്ത് വിജയം സുനിശ്ചിതം. ഇത് മനസ്സിലാക്കിയാണ് അർജുനൻ തൻ്റെ സാരഥിയായി കൃഷ്ണനെ തിരഞ്ഞെടുത്തത്. സാരഥി യോഗ്യനായാൽ, വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളായാൽ അയാളുടെ കയ്യിൽ കടിഞ്ഞാൺ സുഭദ്രമായിരിക്കും. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ നിയന്ത്രണത്തിൽ നിൽക്കും. യാത്ര സുഗമമാകും. രഥം ലക്ഷ്യത്തിലെത്തും. അർജുനൻ കൃഷ്ണനെ തൻ്റെ സാരഥിയാക്കിയതുപോലെ നമ്മുടെ ബുദ്ധിയെ സുദർശനമുള്ളതാക്കി ഉത്കൃഷ്ടമായ കാഴ്ചപ്പാടുള്ളതാക്കി മാറ്റുക. അർജുനനെപ്പോലെ കർമ്മധീരരാവുക, കർമ്മകുശലതയുള്ളവരാകുക. ഇവ രണ്ടും ചേരുമ്പോൾ ജീവിത വിജയം സുനിശ്ചിതം. ഇത് തന്നെയാണ് ഗീതയുടെ സന്ദേശം. ഈ പ്രപഞ്ചചക്രം അഥവാ പ്രകൃതി അനുസ്യൂതം അതിൻ്റെ നിയതപാതയിൽ ധർമാനുസൃതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് സമരസപ്പെട്ട് പോവുക എന്നതാണ് ഓരോ ജീവിയുടെയും കർത്തവ്യം. അതിന് വിഘാതമായി പ്രവർത്തിക്കുന്നത് ആസുര പ്രകൃതിയാണ്. പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ സന്തുലിത അവസ്ഥയ്ക്ക് ഭീഷണിയാണ്. അത്തരം പ്രകൃതമുള്ളവർ ഈ ജഗത്തിൻ്റെ ശത്രുക്കളാണ്. ഇവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രാധാന്യം. ഈ ലോകത്തോട്, പ്രകൃതിയോട്, സഹജീവികളോട് നമുക്കുള്ള കാഴ്ചപ്പാട് എങ്ങനെയാകണം? നമ്മുടെ ജീവിതത്തോട് തന്നെയുള്ള കാഴ്ചപ്പാട് എങ്ങനെയാകണം? ആ കാഴ്ചപ്പാടാണ് പ്രധാനം. ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. അത് പ്രപഞ്ചധർമ്മവുമായി സമരസപ്പെട്ട് പോകുന്നതാണോ അതോ അതിന് വിഘാതമാകുന്നതാണോ? തീരുമാനം നമ്മുടേതാണ്. ആരെ സാരഥിയാക്കണം? തീരുമാനം നമ്മുടേതാണ്. വിദ്യ കൊണ്ട് നേടുന്നതിനെ അഭ്യസിക്കുന്നതാണ്, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം. വിദ്യ കൊണ്ട് നേടേണ്ടത് എന്താണ്? വിനയം, നന്ദി, സ്നേഹം, ത്യാഗം, എളിമ, സേവന സന്നദ്ധത, സാമൂഹ്യ പ്രതിബദ്ധത, പൗരബോധം തുടങ്ങിയ ഗുണങ്ങളാണ്. ഇവയൊന്നുമില്ലെങ്കിൽ വിദ്യ കൊണ്ട് എന്ത് പ്രയോജനം? പകരം വെട്ടിപ്പിടിക്കലും കൈയടക്കലും വാരി വിഴുങ്ങലും
അസഹിഷ്ണുതയും അസൂയയും പകയുമൊക്കെയാണ് കൈമുതലെങ്കിൽ അക്കൂട്ടർ ഈ ജഗത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് പറയേണ്ടി വരും. പ്രകൃതി വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. അതേസമയം അവിടെ ഒരു പാരസ്പര്യവുമുണ്ട്. എല്ലാം പരസ്പരം ബന്ധിതമാണ്, പരസ്പരം ആശ്രയിക്കുന്നവയാണ്. ഈ വൈവിധ്യത്തിലും അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സത്തയുണ്ട് എന്ന ബോധം നമ്മിലുണ്ടാകണം. ആ സത്തയെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടായാൽ ഈ വൈവിധ്യങ്ങളെല്ലാം ആഘോഷമാക്കാൻ നമുക്ക് കഴിയും. എന്തിനോടും സമരസപ്പെടുവാൻ നമുക്കാകും. ഈ സത്തയെ അഥവാ ഉണ്മയെക്കുറിച്ചുള്ള അറിവ് പകരാൻ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസത്തിനാവുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. ഭൗതികവാദികൾ ഈ സത്തയെ, ഈ പാരസ്പര്യത്തെ അംഗീകരിക്കുന്നില്ല. ജീവജാലങ്ങൾ പിറക്കുന്നത് പ്രകൃതിജന്യമായ ലൈംഗിക ചോദനയാൽ മാത്രമാണ്. അതിന് പിന്നിൽ മറ്റൊരു ശക്തിയോ കാരണങ്ങളോ പരസ്പര ബന്ധമോ ഒന്നുമില്ല എന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് തന്നെ നാം തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും എല്ലാവരും ഒറ്റപ്പെട്ട ജീവികളാണെന്നും അവർ വിശ്വസിക്കുന്നു. അവിടെ ഈ പാരസ്പര്യം, സമരസപ്പെടൽ അന്യമാകുന്നു. ഗീതയിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ആ പരസ്പര സംഭൂതം കിം അന്യത് കാമഹേതുകം ജഗത് തേ ആഹു. ഗീതയിലെ 16-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകമാണ്. ആത്മീയവും ഭൗതികവുമായ പുരോഗതിക്ക് പാരസ്പര്യത്തിൻ്റെ ഈ ജ്ഞാനം ആവശ്യമാണ്. നാം എല്ലാം ഒരു സത്തയുടെ ഭാഗമാണ് എന്ന അറിവിൻ്റെ അഭാവമാണ് പരസ്പരം സമരസപ്പെട്ടു പോകുന്ന ജീവിതം നമുക്കിന്ന് അസാധ്യമാക്കുന്നത്. ഇന്ന് ഏത് രംഗത്തും മത്സരമാണ്. ആരോഗ്യകരമായ മത്സരം നല്ലത് തന്നെ. അത് ആ മത്സരത്തോടെ തീരണം, വീണ്ടും സമരസപ്പെടണം. ഇന്ന് അത് സാധിക്കുന്നില്ല. കാരണം എല്ലാവരും അന്യരാണ്, എൻ്റെ ശത്രുക്കളാണ്, വിരോധികളാണ് എന്നാണ് നാം കരുതുന്നത്. ആ കാഴ്ചപ്പാട് മാറണം. അത് മാറണമെങ്കിൽ എല്ലാറ്റിനെയും കോർത്തിണക്കുന്ന സത്ത ഒന്നാണെന്നറിയണം. പരസ്പരം ആശ്രയിക്കേണ്ടവരാണെന്ന ബോധമുണ്ടാകണം. ഒറ്റയ്ക്ക് നിലനിൽക്കുവാൻ ആർക്കും സാധ്യമല്ല എന്ന സത്യം അറിയണം. സമൂഹത്തോടും സഹജീവികളോടും പ്രകൃതിയോടും കൃതജ്ഞതയുള്ള ഒരു മനസ്സുണ്ടാകണം. അത്തരത്തിലുള്ള കാഴ്ചപ്പാട് സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കും. ഈ കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കുക എന്നതാണ് ഗീതയുടെ സന്ദേശം. ലൈഫ് വിത്ത് എ വിഷൻ. അത്തരം വിഷൻ, കാഴ്ചപ്പാട് ഉള്ളവരാണ് ഈ സമൂഹത്തിൽ ഗുണകരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ജീവിതം കൊണ്ട് തുടങ്ങി അവസാനിക്കുന്നതല്ല ഒരു ജീവാത്മാവിൻ്റെ യാത്ര എന്നും അതിന് ഉന്നതമായ ഒരു ലക്ഷ്യമുണ്ടെന്നും മനസ്സിലാക്കിയാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഉത്കൃഷ്ടമാകും. നാം ഒന്നാണ് എന്ന ബോധമുണരും. അവിടെ വെട്ടിപ്പിടിക്കലും കൂട്ടിവയ്ക്കലും വാരിവെഴുങ്ങലും ഒന്നുമില്ലാതെയാകും. പകരം സഹിഷ്ണുതയും ക്ഷമയും പ്രതിബദ്ധതയും സേവന മനോഭാവവും പരസ്പര സ്നേഹവും സമരസപ്പെടുന്ന ജീവിതവും സാധ്യമാകും. അത്തരത്തിലുള്ള ജീവിത വീക്ഷണം കൈവരുത്തുക എന്നതാണ് ഗീതയുടെ സന്ദേശം. പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം വേണ്ട അളവിൽ നൽകിയിട്ടുണ്ട്. അത് വിവേകപൂർവം ഉപയോഗിക്കണം. എന്നാൽ ഇന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ്. പ്രകൃതി നിലനിൽക്കണമെങ്കിൽ ഈ പാരസ്പര്യം ആവശ്യമാണ്. നാം എടുക്കുന്നതനുസരിച്ച് തിരിച്ചു കൊടുക്കാനും ബാധ്യസ്ഥരാണ്. എന്നാൽ ഇന്ന് എടുക്കൽ മാത്രമേ ഉള്ളൂ, തിരിച്ചു കൊടുക്കൽ ഇല്ല. അതുകൊണ്ടാണ് പ്രകൃതി പലപ്പോഴും പ്രതികൂലമായി പ്രതികരിക്കുന്നത്. സ്വീകരിക്കുക മാത്രം ചെയ്യുന്നവർ മോഷ്ടാക്കൾക്ക് തുല്യരാണ് എന്ന് ഗീത പറയുന്നു. സ്വന്തം ആവശ്യത്തിന് മാത്രം ഭക്ഷണമുണ്ടാക്കി അത് മുഴുവനും സ്വയം കഴിക്കുന്നവനെ പോലും മോഷ്ടാവിന് തുല്യം കരുതണമെന്നാണ് ഗീത പഠിപ്പിക്കുന്നത്. സ്വയം ജീവിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുക, സ്വാർത്ഥത വെടിയുക, സ്വധർമ്മം ഭംഗിയായി അനുഷ്ഠിക്കുക. ഇത്തരത്തിലുള്ള ഉദാത്തമായ മൂല്യങ്ങളിലേക്കാണ് ഗീത നമ്മെ ക്ഷണിക്കുന്നത്. ഇവയെ സ്വാംശീകരിച്ചാൽ നമുക്ക് സമരത്തിൽ നിന്നും സമരസത്തിലേക്ക് വളരുവാൻ സാധിക്കും. ജീവിതം ആഘോഷമാക്കി മാറ്റുവാൻ കഴിയും. അതിനായി പാർത്ഥസാരഥിയെ നമ്മുടെയും ജീവിത സാരഥിയാക്കുക. എല്ലാം ശുഭകരമായി വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.